ഹായ് കുട്ടീസ്, ഒരു മിനിറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒരു മുത്തുമാല കോർക്കൽ മത്സരത്തിനായി 4 കുട്ടികൾക്ക് 2 മീറ്റർ 25 സെന്റിമീറ്റർ വീതം നീളമുള്ള ചരട് മുറിച്ചു നൽകി. 1 മീറ്റർ ചരട് ബാക്കി വന്നു എങ്കിൽ വാങ്ങിയ ചരടിന്റെ ആകെ നീളം എത്രയായി എന്നാണ് നമ്മളെ ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 4 പേർക്ക് ഈക്വൽ ആയിട്ട് 2 മീറ്റർ 25 സെന്റിമീറ്റർ വീതം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ആകെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന്റെ കൂടെ 1 മീറ്റർ ബാക്കി വന്നിട്ടുള്ള ആ ചരടും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ ടോട്ടൽ ചരടിന്റെ നീളം കിട്ടും. നോക്കടാ, ഇവിടെ നമുക്ക് ആൻസർ വേഗം കിട്ടും അല്ലെ. 2 മീറ്റർ 25 സെന്റിമീറ്റർ. ഇത് 4 എണ്ണം ഒരുമിച്ച് എളുപ്പത്തിൽ എങ്ങനെ കൂട്ടാം? യെസ്, 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ മാത്രം നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 2 മീറ്റർ 4 തവണ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2 മീറ്റർ ഇൻറ്റു 4 എത്ര കിട്ടൂടാ? 8 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. കഴിഞ്ഞോ? ഇല്ല, നമുക്ക് ഇനി 25 സെന്റിമീറ്ററോട് കൂട്ടാനുണ്ട്. 25 സെന്റിമീറ്റർ 4 തവണ കൂട്ടണം. അതിന് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 25 സെന്റിമീറ്ററിനെ 4 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 100 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 മീറ്റർ ആണ്. അപ്പൊ നോക്കിക്കേ, ആകെ ഇപ്പൊ ടോട്ടൽ എത്ര കിട്ടി നിങ്ങൾക്ക്? യെസ്, 8 മീറ്ററും 1 മീറ്ററും കൂടെ 9 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ 9 മീറ്റർ മാത്രമേ ഉള്ളൂ? ഇല്ല, 1 മീറ്റർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. സോ ആ 1 മീറ്ററും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ എത്ര കിട്ടിയിട്ടുണ്ടാകണം? 10 മീറ്റർ എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. സോ ഇതാണ് ആൻസർ. എൻ്റെ മക്കൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യരുത്.